ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം. കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ വളരുന്നു. അതുമായി ബന്ധപ്പെട്ട് പല സംഭവങ്ങളും ഉണ്ടാകുന്നു എന്നതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം പല തീവ്രവാദ ക്യാമ്പുകൾ, അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് യുവാക്കൾ പാകിസ്ഥാനിൽ പരിശീലനം നേടി ഇന്ത്യൻ ആർമിക്കെതിരെ പോരാടി അവർ വെടിയേറ്റു മരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികളെ മതം മാറ്റി അവർ ഇപ്പോൾ IS ക്യാമ്പിൽ ഉൾപ്പെടെ കഴിയുന്നു. അത് അഫ്ഗാനിസ്ഥാനിലെ ജയിലിലാണ്. ഇതെല്ലാം കേരളത്തിൽ നടന്ന സംഭവങ്ങളാണ്. പിന്നീട് കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കുകയും തീവ്രവാദികളെ നിരന്തരം വേട്ടയാടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കുറച്ച് കുറവുണ്ടെന്ന് നാം വിശ്വസിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട് അധ്യാപകന്റെ കൈവെട്ടുന്നു, അവർ പല തിരിച്ചടികൾ നൽകുന്നു എന്ന് പറഞ്ഞ് ഒരു വിഭാഗത്തെ കൊലപ്പെടുത്തുന്നു. പിന്നീട് കൊച്ചുകുട്ടിയെ കൊണ്ട് തന്നെ മുദ്രാവാക്യം വിളിപ്പിക്കുന്നു. അവലും മലരും കുന്തിരിക്കവും കരുതിക്കോളൂ, നിങ്ങളുടെ കാലന്മാർ വരുന്നു എന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ, വിവാദ പരാമർശങ്ങൾ എല്ലാം ഉണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു അന്ന് പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ചത്. നിരോധനത്തിന് പിന്നാലെ തന്നെ കേരളത്തിൽ സമാധാനം എത്തിയെന്ന് നാം ചിന്തിക്കുമ്പോഴാണ് വെഞ്ഞാറമൂട് നിന്നും ഒരു വാർത്ത വരുന്നത്. അത് കേരള സമൂഹത്തെ തന്നെ ഞെട്ടിക്കുന്നതാണ്. പ്രത്യേകിച്ച് IS ഭീകരവാദികൾ കേരളത്തിൽ സജീവമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സജീവമാണ്. തിരുവനന്തപുരത്ത് സജീവമാണ്, വെഞ്ഞാറമൂട് സജീവമാണ് എന്ന രീതിയിലുള്ള തെളിവുകളും ഇപ്പോൾ അന്വേഷണ സംഘങ്ങൾ പുറത്തുവിടുന്നുണ്ടല്ലോ. ഇതിൽ ഈ കേസ് പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം, ലവ് ജിഹാദ് ഉണ്ട്. കാരണം പത്തനംതിട്ട സ്വദേശിയായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി വേർപിരിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടി, ഭർത്താവുമായി വേർപിരിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയെ പ്രണയം നടിച്ച് മതം മാറ്റി ആ പെൺകുട്ടിയുടെ മകനെ മതപഠനശാലയിൽ കൊണ്ടാക്കുകയും അവിടെ നിന്നും IS റിക്രൂട്ട് ചെയ്യാനുള്ള ഈ 16 വയസ്സുകാരന് നിരന്തരം ഈ ഭീകരവാദ വീഡിയോകൾ, IS വീഡിയോകൾ എപ്പോഴും കാണിക്കുക, അതോടൊപ്പം തന്നെ പൊട്ടിത്തെറിക്കുന്ന വീഡിയോകൾ കാണിക്കുക, മതവചനങ്ങൾ പഠിപ്പിക്കുക. അതിനു വേണ്ടിയാണ് ഈ മദ്രസയിൽ എത്തിച്ചത്, ഒരു മതപഠനശാലയിൽ. പക്ഷെ അവിടെ നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായി. ഈ കുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി അവിടുത്തെ മതപഠനശാലയിലെ ചിലർ ഈ വിദ്യാർത്ഥിയുടെ മാതാവിന്റെ ബന്ധുക്കളെ വിവരം അറിയിക്കുകയും അവർ പോലീസിൽ വിവരം നൽകിയപ്പോഴാണ് ഇക്കാര്യങ്ങൾ പുറത്തായത്. ലവ് ജിഹാദ് നടന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ IS കടത്താനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ആ 16കാരനെ തീവ്രവാദിയാക്കാനുള്ള ശ്രമങ്ങൾ ഈ വെഞ്ഞാറമൂട് വെച്ച് നടന്നിട്ടുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വെഞ്ഞാറമൂട് പോലീസ് കേസെടുക്കുകയും ഈ രണ്ടാം അച്ഛനെതിരെ കേസെടുക്കുന്നു, അമ്മയ്ക്കെതിരെ കേസെടുക്കുന്നു. എന്തായാലും കൃത്യമായി തന്നെ അന്വേഷണങ്ങൾ നടക്കുന്നു. അന്വേഷണം നടക്കുമ്പോഴും ചില നിർണായകമായ വിവരങ്ങൾ വരുന്നു. ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നിന്ന ജിഹാദിയും, ബാപ്പ എന്നറിയപ്പെടുന്ന രണ്ടാം അച്ഛൻ, ആ ജിഹാദിയും അതോടൊപ്പം തന്നെ ഈ 16കാരന്റെ അമ്മയും UK താമസിക്കുന്നത്. അവിടെ നിന്നും പലതവണ ഈ കുട്ടിയെ തീവ്രവാദിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ ഈ കുട്ടി വഴങ്ങാതിരിക്കുമ്പോഴാണ് ആ കുട്ടിയെ ഇങ്ങ് തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. തിരുവനന്തപുരത്ത് എത്തിക്കുമ്പോൾ ഈ കുട്ടിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ്, ഒരു മുൻ തീവ്രവാദി തന്നെയാണ്. കുട്ടിയെ സ്വീകരിക്കാൻ എത്തിയ ആൾ കണ്ണൂരിലെ കനകമലയിൽ നടന്ന IS റിക്രൂട്ട്മെന്റ് ഗൂഢാലോചന കേസിൽ 3 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ് അന്ന് ഈ കുട്ടിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ എത്തിയത്. ഈ ഭീകരവാദിയാണ് ആ കുട്ടിയെ ഈ മതപഠനശാലയിൽ ചേർക്കുന്നത്. ഇദ്ദേഹം ഈ പ്രതി 3 വർഷമാണ് ജയിലിൽ കിടന്നത്. ഇയാൾ ആറ്റിങ്ങലിൽ താവളമുറപ്പിച്ച് IS സ്ലീപ്പർ സെൽ രൂപീകരിക്കുകയും IS ഒരു സെൽ തന്നെ രൂപീകരിച്ച് അവിടെ രഹസ്യമായി പ്രവർത്തനം നടത്തുകയാണ്. രഹസ്യമായി പ്രവർത്തനം നടത്തുമ്പോൾ എത്ര പേർ ഇതിന് ഇരയായിട്ടുണ്ട്, ഈ പ്രതിക്ക് എത്ര പേരെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്ര പേരെ ഈ മതം കുത്തിവെച്ച് IS ആടുമേയ്ക്കാനായും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി പൊട്ടിത്തെറിക്കാനുമുള്ള ഒരു പ്രചോദനം നൽകുന്നു. അവരുടെ മനസ്സിനെ തന്നെ മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഈ പ്രതിക്ക് കഴിഞ്ഞു എന്ന രീതിയിലുള്ള എല്ലാം കൃത്യമായ അന്വേഷണം ഇനി വരാനുണ്ട്. ഇതിലേറ്റവും മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും വലിയ ഭീകരവാദ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നു, പക്ഷെ അതിനെക്കുറിച്ച്
ഒരക്ഷരം റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന് കഴിഞ്ഞില്ല. അത് വീഴ്ചയാണോ, അത് ഈ രഹസ്യാന്വേഷണ വിഭാഗം അറിയാത്തതാണോ, അറിഞ്ഞ കാര്യം ഒളിപ്പിച്ചു വെച്ചതാണോ എന്ന രീതിയിലുള്ള അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒരു ഭീകരവാദ സംഘടന ഒഴിയുമ്പോൾ മറ്റൊരു ഭീകരവാദ സംഘടന വരുന്നു. ലവ് ജിഹാദ് നടക്കുന്നു. ആറ്റുകാൽ സ്വദേശിയായ പെൺകുട്ടിയെ മതം മാറ്റി ആ മറ്റൊരു മതസ്ഥനുമായി കല്യാണം കഴിച്ച് ആ കുട്ടിയെ IS കൊണ്ടുപോയി ഇപ്പോൾ ആ കുട്ടി എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലെ ജയിലിലാണ്. അത്തരം കാര്യങ്ങൾ അതിനെതിരെ പ്രവർത്തിക്കാനോ അതിനെ തുറന്നു പറയാനോ ഇവിടെ ആരും തയ്യാറാകുന്നില്ല. പക്ഷെ നാം ഇത്തരം കാര്യങ്ങൾ വിമർശിക്കുമ്പോഴും ഇനി NIA പേടിച്ചാണോ അതോ അവരുടെ ദേശസ്നേഹം കൊണ്ടാണോ? എന്തായാലും ഇവിടെയുള്ള മതസ്ഥാപനം കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഈ കനകമല കേസിലെ പ്രതി ഈ കുട്ടിയെ ആ മതപഠനശാലയിൽ കൊണ്ടാക്കിയപ്പോഴാണ് അവിടെ ഉള്ളവർക്കാണ് സംശയം. ഈ കുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, തീവ്രമായ സ്വഭാവങ്ങൾ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ വീട്ടിൽ വിവരമറിയിച്ചത്, ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വിവരമറിയിച്ചത്. അങ്ങനെ ഒരു നിർണായകമായ നീക്കം നടത്തിയത് കൊണ്ട് തന്നെയാണ് ഇക്കാര്യം പുറത്തു വന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല മതസ്ഥാപനങ്ങളും മൗനം പാലിക്കുകയാണ്. തീവ്രവാദികളെ തള്ളിപ്പറയാൻ ഇവർ തയ്യാറാകുന്നില്ല. അതല്ലേ ഇവിടുത്തെ പ്രതിസന്ധി. ഇവർ അത് തുറന്നു പറഞ്ഞപ്പോൾ ഇവർക്ക് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഓർക്കൂ, നാം ഒരാഴ്ച മുമ്പ് ഡൽഹിയിൽ കണ്ടതല്ലേ, ഡോക്ടറാണ്, MBBS പഠിച്ചതാണ്, ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ട് പോലും അദ്ദേഹം പൊട്ടിത്തെറിച്ച് 13 പേരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. മത തീവ്രവാദിയായി മാറിയിരിക്കുകയാണ്. എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ അവൻ എന്ത് പഠിച്ചാലും അവന്റെ അവസാനത്തെ ആഗ്രഹം പൊട്ടിത്തെറിക്കുക എന്നതായിരിക്കും. അങ്ങനെ ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു മനുഷ്യനായി കുട്ടി വഴിതെറ്റുമായിരുന്നില്ലേ? അപ്പോൾ ആ മതസ്ഥാപനത്തിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് ഈ കുട്ടി ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് UAPA ചുമത്തി ഈ മാതാവിനെതിരെയും അതോടൊപ്പം തന്നെ രണ്ടാം അച്ഛനെതിരെയും കൃത്യമായി തന്നെ UAPA ചുമത്തി NIA അടക്കമുള്ളവർ കൃത്യമായ അന്വേഷണം നടത്തുന്നു. എന്തായാലും കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ തുടർച്ചയായി സംഭവിക്കുകയാണ്. ഈ കനകമല, അതോടൊപ്പം തന്നെ വാഗമൺ ക്യാമ്പുകൾ, ഈ ക്യാമ്പുകളെല്ലാം ഉണ്ടാകുമ്പോഴും നമ്മുടെ പോലീസിനുണ്ടാകുന്ന വീഴ്ച, പോലീസിന് എപ്പോഴും തിരഞ്ഞെടുപ്പ് മൂഡിലാണ് കേരളത്തിലെ സർക്കാരുകൾ. അവർക്ക് എന്ത് ചെയ്താലും തിരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. മറിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ അവർ ഇലക്ഷൻ കാലത്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത്തരം അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകാതെ സംസ്ഥാന താല്പര്യം, അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ താല്പര്യം നോക്കിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താണ്? വോട്ട് ബാങ്കിലൂടെ ഈ ന്യൂനപക്ഷങ്ങൾ, തീവ്രവാദികൾ ആശയങ്ങളിലേക്ക് പോകുമ്പോൾ അതിനെ തടയിടാതെ, അതിനെ അവസാനിപ്പിക്കാതെ വോട്ട് ബാങ്ക് മാത്രം ചിന്തയിലൂടെ പോകുന്നത് ഇത്തരത്തിലുള്ള യുവാക്കൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ പൊട്ടിത്തെറിക്കുന്നതാണോ നമ്മുടെ സർക്കാർ കാണാനായി കാത്തിരിക്കുന്നത്?